ഹലോ ഫ്രണ്ട്സ്, പഞ്ചാബത്തെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഈ ട്രെയിൻ യാത്രയിൽ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നലെ നൈറ്റിൽ നമ്മൾ കയറിയതാണ് ഡൽഹിയിൽ നിന്ന്. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞൊന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ആയിരുന്നു ഞങ്ങൾ കണ്ടത്. മഞ്ഞുമൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ സജനി रे कैसे कटे दिन रात कैसे हो तुझसे बात तेरी याद सतावे रे ओ सजनी रे कैसे कटे दिन रात कैसे मिले तेरा साथ तेरी याद അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് പഞ്ചാബ് കാണാൻ? ഇത്ര മനോഹരമായ സൺറൈസ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര വീഡിയോ അതന്നെ കൊടുത്തിട്ടുള്ളത്. ഡൽഹിയിൽ 18 ഡിഗ്രി ഒക്കെ ആയിരുന്നു തണുപ്പ്. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പം ഞങ്ങൾ എത്ര ഡിഗ്രിന്ന് നോക്കിയപ്പം 8 ഡിഗ്രി ആയിരുന്നു കേട്ടോ. പഞ്ചാബിൽ അധികം കൃഷിയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് പറഞ്ഞു തരുന്ന അറിയില്ല, അത്രയും മനോഹരമായ ഒരു കാഴ്ച ആയിരുന്നു. ഡൽഹിക്കാരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. പഞ്ചാബ് ഇത്രയും മനോഹരാണെങ്കിൽ പഞ്ചാബിൽ നിന്ന് നേരെ പോവുകയാണ് ഞങ്ങൾ ഡ്രീം പ്ലേസ് കാശ്മീരിലോട്ടേക്കാണല്ലോ. ഇപ്പം രാവിലെ 7 ആയിട്ടുണ്ട് സമയം. അപ്പം ഏകദേശം രാവിലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് നമ്മൾ പഞ്ചാബിലാണ് ഇറങ്ങുന്നത്. നൈറ്റിന്ന് 10:30 നമ്മൾ ജമ്മുക്ക് പോകും. ഇന്നത്തെ ഒരു പകലിൽ പഞ്ചാബിൽ എന്തൊക്കെയൊക്കെ കാണാൻ കഴിയും അതൊക്കെ കാണാം. പഞ്ചാബിൽ നമുക്ക് അധികം കാണാൻ കഴിയുന്നത് കൃഷിയാട്ടോ. പല പല കൃഷികളുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിച്ച് ഇതടുത്ത് സ്പെഷ്യൽ ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിട്ട് ഞങ്ങളെല്ലാവരും നല്ല കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പഞ്ചാബിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് പോകുന്നത്. തുർക്കിണ മന്ദിർ സരോവർ ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര്. ചുറ്റലും വെള്ളമാണ് കേട്ടോ. അപ്പം അത് ടെമ്പിളാണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിലോട്ടേക്കാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, ഇതാണോ ഗോൾഡൻ ടെമ്പിൾ എന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത മുകളിൽ സ്വർണവും താഴെ സിൽവറുമാണ്. അപ്പം ഇവിടെ എന്തൊക്കെയൊക്കെയാണ് കാണാം എന്നൊക്കെ നമുക്ക് കൂടുതൽ കാണാം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല.
ചങ്കിലൂടെ ഊതിയ സൗണ്ടാണ് നമ്മൾ അപ്പം കാക്ക നമുക്ക് അപ്പം അവിടെ കഴിച്ച് ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആള് അവിടുത്തെ പ്രസാദമാണ് തുറന്നു തരുന്നത്. അപ്പം അവിടെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളോട് അവർ കയറാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു ബെല്ലുണ്ട്. അതെല്ലാവരും അടിക്കുന്ന കണ്ടിട്ട് അവനക്കും അടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ മണി അടിക്കാൻ നോക്കാണ്. എത്ര അടിക്കാൻ നോക്കിയിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഞാനും ഒന്ന് അടിച്ചു. അപ്പം ഇതിൻ്റെ ഡോറ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് അങ്ങനെ ഞങ്ങൾ കറങ്ങി കണ്ടു. എനിക്ക് അധികം ഇത് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടും ആകും, ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഒരു മനോഹരമായ പള്ളിയും കണ്ടു. അടുത്തതാണ് ത്രിൽ ആൻഡ് സൂപ്പർ വീഡിയോ.